ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് QR കോഡ് എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതാണ്. ഇപ്പോൾ ഈ കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം വന്നതിന് ശേഷം ഇതിൽ ഒരുപാട് വ്യത്യാസമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതിനായി ആദ്യം ഞാൻ ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് സ്കാൻ എനി QR കോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ടേബിളിന് മുകളിലായി ഒരു QR കോഡ് കാണാം. ഇത് എങ്ങനെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ജസ്റ്റ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ടേബിളിന് അടുത്തേക്ക് പോകുമ്പോഴേക്കും തന്നെ ഇപ്പോൾ ഇതിലേക്ക് സ്കാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നമ്മൾ ടേബിളിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ദൂരത്തായി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ബ്രാക്കറ്റിനുള്ളിൽ QR കോഡ് വരുമ്പോൾ തന്നെ ഇത് സ്കാൻ ആകുന്നതാണ്. അതിനാൽ തന്നെ ഇനി നമുക്കിവിടെ എമൗണ്ട് എത്രയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ ഒരു എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ആയി ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ വളരെ ഈസിയായ ഒരു പ്രോസസ്സാണ് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് ഇവിടെ നോക്കുന്നത്. ഇതിനായി നമ്മൾ വീണ്ടും സ്കാൻ എനി QR കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ ഇത് ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അപ്ലോഡ് ഫ്രം ഗാലറി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ലോഡ് ഫ്രം ഗാലറി എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും വാട്സപ്പ് വഴിയെല്ലാം QR കോഡ് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ QR കോഡിലേക്ക് പണമെല്ലാം അയക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം അപ്ലോഡ് ഫ്രം ഗാലറി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് QR കോഡ് എല്ലാം ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള QR കോഡ് ഇത് അപ്ലോഡ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇതിനായി ഇവിടെ അപ്ലോഡ് ഫ്രം ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോട്ടോ സെലക്ട് ചെയ്യണം. അതിനായി അലോ ആക്സസ് ടു ഓൾ ഫോട്ടോസ് എന്നതിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഇതിൽ ഒരു QR കോഡ് ഇവിടെ മുകളിലായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ സെലക്ട് ചെയ്തപ്പോഴേക്കും ആ QR കോഡിലേക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയായ ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് ഇതുപോലെ ഫോണിലുള്ള QR കോഡും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അടുത്തതായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അഡീഷണൽ ടിപ്പാണ്. അതായത് നിങ്ങൾക്ക് സ്കാൻ QR കോഡ് എന്നത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഈസിയായി ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഗൂഗിൾ പേ എന്നതിൽ കുറച്ചു നേരം ടാപ്പ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്കാൻ എനി QR കോഡ് എന്ന ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റായി ഷോർട്ട് കട്ടിലൂടെ QR കോഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്